ഹായ് ഗായ്സ്, ജസ്ന സലീം ഇൻഫ്ലുവൻസർ ആണെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും നല്ല രീതിയിലല്ല ഇവര് ഒരു മനുഷ്യനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു യുവതി രംഗത്ത് വന്ന് ജസ്ന സലീമിനെതിരെയുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ജസ്ന സലീം 14 വയസ്സ് മുതൽ അല്ലെങ്കിൽ 2012 മുതൽ തന്നെ ഹണി ട്രാപ്പുകൾ അല്ലെങ്കിൽ പുരുഷൻ തന്നെ ബലാത്സംഗം ചെയ്തു, തന്നെ പീഡിപ്പിച്ചു എന്നുള്ള കള്ള പരാതികൾ കൊടുത്ത് ആ പുരുഷന്റെ കയ്യിൽ നിന്നും പണം മേടിച്ച് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് പോലും നടത്താൻ മടിയില്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീജന്മമാണ് എന്നുള്ള രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഒരു പണ്ടൊന്നും ആരോ ട്രെയിൻ ചെയ്ത് കൊടുത്ത ഒരു പണം, ആ പണത്തിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് 5000, 10000, 25000, 50,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണി രണ്ട് തരത്തിലാണ് ഇവർ ചെയ്തത്. ഒന്ന്, ഇവർ മണി ട്രാപ്പ് ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായ വിവരങ്ങളും ഏതാണ്ട് 14 വയസ്സ് മുതൽ നിലവിൽ ഏതാണ്ട് 18ഓളം കേസുകളിൽ 18ഓളം പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുക. പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ പലരുടെയും വീടുകളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു, കയറി പിടിച്ചു, ഇങ്ങനത്തെ പരാതികളാണ് കൊടുക്കുന്നത്. വീട്ടിലെ ആണുങ്ങളുടേതാണ്. വീട്ടിൽ വെച്ച് പരാതി വരുമ്പോൾ വീട്ടിലേക്ക് പോലീസ് തെളിവെടുപ്പിന് വരുന്നത് കാണുമ്പോൾ ഏത് ആണുങ്ങളും ബലാത്സംഗം ചെയ്തിട്ടില്ലെങ്കിൽ പോലും വീട്ടിലേക്ക് വരുന്നത് പൊതുവെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളിൽ അവര് കോംപ്രമൈസ് ആവും. അങ്ങനെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തും. അങ്ങനെ 14 വയസ്സിൽ അവർ നടത്തിയ 14 വയസ്സിൽ അവർ ഒരാൾക്കെതിരെ പരാതി കൊടുത്തത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയ 2012 മറ്റുമാണ്. ആ 2012 ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയ ശേഷം ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറയും. കോടതിയിൽ മൊഴി മാറ്റി പറയുമ്പോൾ ആ മൊഴി പ്രകാരം ഇവർ അതിനുശേഷം വീണ്ടും ഒരു ബലാത്സംഗ പരാതി വരുന്നു. ആ ബലാത്സംഗ പരാതിയിൽ ഇവർ വളരെ കൃത്യമായി കണ്ടെത്തുന്നു. ഒരു വനിതാ ജഡ്ജിയാണ് കോഴിക്കോട്. ആ വനിതാ ജഡ്ജി അവരുടെ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ വിശ്വസനീയമായ ഒരു സാക്ഷിയല്ല എന്ന്. വനിതാ ജഡ്ജി ആദ്യമായി, ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു രേഖപ്പെടുത്തലോട് കൂടിയാണ് ആ കേസ് തള്ളിക്കളഞ്ഞത്. അതിനുശേഷം അവർ കേസിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഇവര് തുറന്നു പറയുന്ന വിവരങ്ങൾ എല്ലാം നമുക്കെല്ലാവർക്കും സുപരിചിതയായ കുപ്രസിദ്ധയായ ജസ്ന സലീമിനെ കുറിച്ച് തന്നെയാണ്. സ്വന്തം ഭർത്താവ് ഉണ്ടെന്നും ഭർത്താവ് ഗൾഫിലാണെന്നും ഭർത്താവിന്റെ മുഖം പ്രദർശിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രൈവസിനെ ബാധിക്കുമെന്നും പറയുന്ന അതേ ജസ്ന സലീം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം മകന്റെ മുഖം പ്രദർശിപ്പിക്കുകയും മകന്റെ മുഖം റിവീൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ നാട്ടിൽ താമസിക്കുന്ന മകന് പിന്നെ പ്രൈവസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അത് ഇങ്ങനെ തുടങ്ങുകയാണ് ജസ്ന സലീമിന്റെ കള്ളത്തരങ്ങൾ നീണ്ട നുണക്കഥകൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം. ഇവിടെ അവർ പറയുന്നത് 14ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ പേരിൽ പണം തട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ പണം തട്ടി പുരുഷന്മാരെ കുരുക്കിലാക്കാനായിട്ട്. ഇവര് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള കള്ള പരാതി അത്യാവശ്യം പണമുള്ള ഒരു പുരുഷനെ നോക്കി അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ പോലീസ് ഇതിന്റെ മൊഴിയെടുക്കാനും തെളിവെടുക്കാനുമായിട്ട് ഈ പുരുഷന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ബലാത്സംഗം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ആവലാതിയും ഒരു പരിഭ്രമവും ഈ സോ കോൾഡ് സോഷ്യൽ ഇമേജും ഒക്കെ സംരക്ഷിക്കാനായിട്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് വേണ്ടി ഈ പുരുഷൻ ശ്രമിക്കും. അതായത് കേസ് പിൻവലിക്കണം, ഞാൻ നിനക്ക് എത്ര വേണേലും പണം തരാം, ദയവ് ചെയ്ത് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള രീതിയിൽ പുരുഷൻ പോയി കാല് പിടിക്കും. ഇവള് അല്ലെങ്കിൽ ഈ ജസ്ന സലീം പറയുന്ന ഒരു വില അല്ലെങ്കിൽ പറയുന്ന ഒരു എമൗണ്ട് കൊടുത്ത് ആ കേസിൽ നിന്നും ആ പുരുഷൻ തലയുരിപ്പൂരും. അപ്പോൾ ഇത് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ആ കേസ് കൊടുക്കണം, നിയമപരമായി പോകണം. പക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും പണം ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ തലയിലോട്ട് ഇങ്ങനെ ഒരു കേസ് കൊണ്ട് കൊടുക്കുകയും സ്ത്രീ കേസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കള്ളമാണെന്ന് അറിയാമെങ്കിലും പോലീസിന് കേസെടുക്കേണ്ടതായിട്ട് വരികയും അന്വേഷിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. ആ അന്വേഷണത്തെ ഭയന്ന് പണം കൊടുത്ത് പുരുഷൻ തലയൂരി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഗുരുവായൂർ അമ്പലനടയിൽ ബർത്ത്ഡേക്ക്, തന്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് രാത്രി 12 മണിക്ക് ഗുരുവായൂർ അമ്പലനടയിൽ പോയി ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്ത അത്രയ്ക്ക് തൊലിക്കട്ടിയുള്ള സ്ത്രീയാണ് ജസ്ന സലീം. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് മുട്ടയില്ലാത്ത കേക്കാണ്, അല്ലെങ്കിൽ മാംസത്തിന്റെയോ മുട്ടയുടെയോ ഒന്നും ഒരു അംശം പോലും ഇല്ലാത്ത വെജിറ്റേറിയൻ കേക്കാണ് എന്നാണ് അന്തസ്സായിട്ട് ജസ്ന എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞത്. ഇവർക്ക് രാത്രി 12 മണിക്ക് തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ പോയി കേക്ക് മുറിക്കണം എന്ന് എന്തിനാണ് അത്ര വാശി? അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് വിദ്വേഷം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തെ ചൊറിഞ്ഞ് കുറച്ച് വിവാദം ഉണ്ടാക്കുക. നെഗറ്റീവ് ഇമേജ് ആണെങ്കിൽ പോലും ലൈവിൽ ഫെയിമിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ജസ്ന സലീം. കേസിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഈ കേസ് തള്ളിക്കളയുമെന്ന ബോധ്യമുണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാം സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തുവെന്നും താൻ കൃഷ്ണൻ ചിത്രം വരച്ചതുകൊണ്ടാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രകമ്പനം ഉണ്ടാക്കി. പെട്ടെന്ന് തന്നെ എനിക്ക് വീട് വെക്കണം, എന്റെ അച്ഛനും അമ്മയ്ക്കും വീട് വെക്കണമെന്നും വലിയ രീതിയിൽ ഒരു പിരിവൊക്കെ നടത്തി ഈ വീടൊക്കെ വെച്ചു കേട്ടോ. വീടൊക്കെ വെച്ചു. അതിനുശേഷം ഇപ്പൊ വേണ്ട പോലെ കച്ചവടം അങ്ങോട്ട് ആൾക്കാർക്ക് ഇവരാരാണെന്ന് മനസ്സിലായതോടുകൂടി കച്ചവടം പൊടി പിടിക്കുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കാനുള്ള ഒരു പരിപാടി നടത്തും. കാരണം ഒരു പർദ്ദ ഇട്ടുകൊണ്ട് കൃഷ്ണചിത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെ വെല്ലുവിളിക്കുക. ഹിന്ദുക്കളെ വെല്ലുവിളിച്ച് വീണ്ടും അമ്പലത്തിൽ പോകുന്നു, പറയും ഇടയ്ക്ക് പൊട്ടു തൊടും, ചന്ദനം തൊടും, ഇടയ്ക്ക് പർദ്ദ ഇടും. അത് ഏത് രീതിയിലാണ്, ഏത് ബിസിനസ് ആണ് നടക്കുക എന്ന് നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എന്ന് തന്നെ വിചാരിക്കണം.
കഴിഞ്ഞിടയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്താണ്. അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, ടെമ്പിൾ പോലീസ് സ്റ്റേഷൻകാർ അറസ്റ്റ് ചെയ്താണ്. അതിനുശേഷം വീണ്ടും അവർ ഈ അടുത്തിടയ്ക്ക് ഗുരുവായൂരിൽ പോയിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഒരേ തരത്തിലുള്ള കൃഷ്ണ ചിത്രമേ വരയ്ക്കുള്ളൂ. കൃഷ്ണൻ വെണ്ണ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഉണ്ണികൃഷ്ണന്റെ ഫോട്ടോ മാത്രമേ ഇവർ വരയ്ക്കുകയുള്ളൂ. അല്ലാതെ കൃഷ്ണനും രാധയും കൂടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ മറ്റു രീതിയിലുള്ള മറ്റ് ഭാവങ്ങളിലുള്ള ചിത്രമോ ഒന്നും ഇവർ വരയ്ക്കില്ല. ആകെ വരയ്ക്കുന്ന ഒരൊറ്റ രൂപത്തിലുള്ള ഒരൊറ്റ ഭാവത്തിലുള്ള ചിത്രം. കാരണം അവരുടെ ആ ഒരു ചിത്രത്തിന്റെ കോപ്പിയാണുള്ളത്. അത്രത്തോളം ഭീകരമാണ് ഗുരുവായൂരിലെ അവസ്ഥ എന്നുള്ളതാണ്. ഗുരുവായൂരിനെ വലിയ രീതിയിൽ വലിയ തരത്തിൽ ഗുരുവായൂരിനെ മലിനപ്പെടുത്താനുള്ള കാര്യങ്ങൾ നടന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പരസ്യം എന്താ? അവിഹിതമായി ചെല്ലുന്നവർക്ക് അനാശാസ്ത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഹോട്ടലിനെ പറ്റിയുള്ള പരസ്യമാണ്. ഗുരുവായൂരപ്പന്റെ നടയിൽ അനാശാസ്ത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്നു. 1 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ വേണമെങ്കിൽ 2 മണിക്കൂർ. ഇവിടെ പ്രൈവസി ഉണ്ട്. ഒരു ചെസ് കളിക്കുന്ന പശ്ചാത്തലമൊക്കെ വെച്ചുകൊണ്ട് പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ് ഒക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചേട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ലാന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരെ 399 രൂപ ഉള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഫുൾ ഡേ ഒക്കെ ഒരു +9 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹോട്ടൽ ആർവിസിന്റെ ലൊക്കേഷൻ വരുന്നത് അണ്ടർ റെയിൽവേ ഓവർബ്രിഡ്ജ്, ഈസ്റ്റ് നട, കോലാടിപ്പടി. ഹോട്ടൽ റാവീസ് റീജൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ പരസ്യമാണിത്. തുടങ്ങുന്നത് ചെസ് കളിയിലാണ്. ചെസ് കളിച്ചിരിക്കാൻ കുറെ നേരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഹോട്ടലിലേക്ക് വരാം. നിങ്ങളുടെ പാർട്ട്ണറുമായി ചെസ് കളിക്കണമെങ്കിലും ഈ ഹോട്ടലിലേക്ക് വരാം. മണിക്കൂറിന് ഇത്ര രൂപയേ ഉള്ളൂ. ഇനി ഫുൾ ഡേ വേണമെങ്കിൽ ഇത്ര രൂപയേ ഉള്ളൂ. ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കളിച്ച് തീർന്നില്ലെങ്കിൽ ഫുൾ ഡേ എടുക്കൂ, അതിന് ഇത്ര രൂപയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന കറക്റ്റായിട്ട് ദ്വയാർത്ഥം വരുന്ന ഒരു പരസ്യമാണ്. ഇവർ ഈ പരസ്യം ചെയ്യുന്നത് ഗുരുവായൂരിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ നിന്നും ഒരു 500 മീറ്റർ മാത്രം മാറിയുള്ള ഹോട്ടലിനെ കുറിച്ചിട്ടാണ്. ഇവർക്ക് റൂം വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ റൂം അവൈലബിൾ ആണെങ്കിൽ ഈ റേറ്റിന് റൂം അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഒരു പരസ്യം ചെയ്താൽ മതി. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. ദ്വയാർത്ഥം മാത്രം പിടിച്ച് അല്ലെങ്കിൽ ദ്വയാർത്ഥത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു വൃത്തികെട്ട രീതിയിൽ തന്നെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ഒരു ലേഡീനെ, ഇൻഫ്ലുവൻസർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ലേഡീനെ പിടിച്ചിരുത്തി അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ ഇതുപോലെ ദ്വയാർത്ഥങ്ങൾ മാത്രമുള്ള വീഡിയോകളേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് 3 മണിക്കൂർ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചിട്ട്, അതും തൃശ്ശൂർ KSRTC തൊട്ടടുത്തായിട്ട്. നല്ല വിശാലമായിട്ടുള്ള ബെഡാണ് കേട്ടോ. 4 പേർക്ക് വരെ സുഖമായിട്ട് കിടക്കും. ഇവിടെ 3 മണിക്കൂറിന് വരും 900 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല ഫുൾ ഡേ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡേക്ക് വരും 1600 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഫ്രീ വൈഫൈയും സ്മാർട്ട് TV ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട കേട്ടോ. വൃത്തികെട്ട രീതിക്ക് ഹോട്ടൽ റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഹോട്ടലിനെ കുറിച്ചുള്ള പരസ്യം ചെയ്യുന്ന രീതി മാത്രമേ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ത്രീനെ പിടിച്ചിരുത്തിയിട്ട് ഈ ഹോട്ടൽ റൂമിന്റെയും അല്ലെങ്കിൽ ഈ ഹോട്ടൽ റൂമിന്റെ ചുറ്റുവട്ടങ്ങളും ഒക്കെ കാണിച്ച റാവീസ് റീജൻസിയുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ഇത് ഇങ്ങനെയുള്ള ഹോട്ടലുകൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള ഓയോ റൂമുകളൊക്കെ കേരളത്തിൽ അവൈലബിൾ ആണെന്നും അറിയാത്ത ആൾക്കാരൊന്നുമല്ല മലയാളികൾ. പക്ഷേ ഗുരുവായൂരപ്പന്റെ നടയിലേക്ക് വരുന്നവർ ചെസ് കളിക്കാനല്ല അങ്ങോട്ട് വരുന്നത്. ഗുരുവായൂരപ്പനെ കാണാനും തന്റെ വിഷമങ്ങളും തന്റെ സന്തോഷങ്ങളും പങ്കുവയ്ക്കാനുമാണ്. അതിന് കുടുംബത്തോടെ വരുന്നവരും പാർട്ട്ണറുടെ കൂടെ വരുന്നവരും വിവാഹം കഴിക്കാൻ വരുന്നവരും ഒക്കെ ഇതേ ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് വരുന്നത്. മനസ്സിന് അല്പം സമാധാനം കിട്ടണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടെ വരുന്ന ഇവരുടെ അടുത്തേക്ക് പരസ്യം ഇറക്കി വിടുകയാണ്. നിങ്ങൾക്ക് ചെസ് കളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന്. ചെസ് കളിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് അവർ കളിച്ചോളും. ഇതുപോലെയുള്ള സ്പോർട്സ് ഐറ്റംസ് പ്രോത്സാഹിപ്പിക്കുന്ന എവിടെയെങ്കിലും പോയി അവർ കളിച്ചോളും. ഗുരുവായൂരപ്പന്റെ നടയിലേക്ക് വരുന്ന ഭക്തരെ നിങ്ങൾ ചെസ് കളിക്കാനായിട്ട് അങ്ങോട്ട് വിളിക്കണമെന്നില്ല. ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന ആരും നിങ്ങൾ ഈ പറയുന്ന ചെസ് കളിക്ക് വരുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. സോ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ വെറുതെ ഒരു മതസ്പർദ്ധ പടച്ചുവിടുക അല്ലെങ്കിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ ആ പ്രശ്നം ഉണ്ടാക്കി ഒരു പുകമറയുണ്ടാക്കി ആ പുകമറയിൽ അവനവന് വേണ്ട നേട്ടങ്ങൾ കൊയ്തെടുക്കുക. അത് തന്നെയാണ് ഈ ജസ്ന സലീമിനെ പോലെയും അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് ഘോരം പ്രസംഗിക്കുന്ന മാധവിനെ പോലെയുള്ള വൃത്തികെട്ട ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ലക്ഷ്യം. എങ്ങനെയാണ് പറയാതിരിക്കുക? കാരണം പച്ചയ്ക്ക് ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല, അഡൾട്ട് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളും സേഫ് സെക്സും ഒക്കെ ഓക്കെയാണ്, ഇതൊക്കെ സൂപ്പറാണ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ യുവതലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരോട് എന്താണ് പറയേണ്ടത്? കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ഫെമിനിസ്റ്റായ ശ്രീലക്ഷ്മി അറക്കൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഓവുലേഷൻ, സ്ത്രീകൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ഒരു പുരുഷനെ കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് സ്ത്രീകൾ എത്തിപ്പെടുന്നത്. ആ ഓവുലേഷൻ സമയത്ത് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പുരുഷന്മാരോടും, ഏത് തരത്തിലുള്ള പുരുഷന്മാരോടും നമുക്കൊരു അട്രാക്ഷൻ തോന്നും. ഒരു പുരുഷൻ
ഓവുലേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സായിരിക്കും ഓവുലേഷൻ ടൈമിൽ നിന്നൊക്കെ എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്ത് ഇവർ പറയുന്നുണ്ട്. ഇവരെയൊക്കെയാണ് നമ്മൾ ഫെമിനിസ്റ്റ് എന്ന പേരിൽ വിളിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരുന്നത്. ഇവർക്ക് ചിലപ്പോൾ ഓവുലേഷൻ പീരീഡിൽ അങ്ങനെയുള്ള തോന്നലുകളും അങ്ങനെയുള്ള ഏത് പുരുഷനോടും ഒരു സെക്സ് ചെയ്യാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്നില്ല. ഹോർമോൺ ഹൈപ്പ് ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഏത് പുരുഷനെ കണ്ടാലും എന്തുമാകാം എന്നുള്ള രീതിയിലോട്ടൊന്നും ഒരു സ്ത്രീയുടെ മനസ്സും പോകുമെന്നോ ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങളും പോകുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കല്യാണം കഴിയാത്ത സ്ത്രീകൾക്ക് പോലും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ശ്രീലക്ഷ്മി അറക്കൽ പുരുഷന്മാരോട് പറഞ്ഞു വെക്കുന്നത്.